ഈ ചില നേതാക്കന്മാർ അത് ജനങ്ങൾക്കൊരു പ്രത്യേക വികാരം തന്നെയാണ്. അതിനകത്ത് പാർട്ടി നോക്കാറില്ല. നമുക്കറിയാം ഈ വി എസ് അച്യുതാനന്ദൻ ചിരിക്കുന്നത് അപൂർവമാണ് കേട്ടോ, മസിൽ പിടിച്ച് നടക്കും. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ കൂടുതലും വരുന്നത് CPM-കാരല്ല, കോൺഗ്രസ്സുകാരും BJP-ക്കാരും RSS-കാരും ഒക്കെ വരും. കാരണം അദ്ദേഹത്തിൻ്റെ അതിനകത്ത് ആപാലവൃത്തം ജനങ്ങളാണ് വരുന്നത്. നീട്ടിയും കുറുക്കിയുള്ള ആ ഒരു ശൈലി, അതുപോലെ EK നായനാരുടെ പ്രസംഗം കേൾക്കാനും കണ്ണൂർ ശൈലിയിൽ ആരെയും എതിർപക്ഷത്തെ ഒന്നും തന്നെ നോവിക്കാതെ രസകരമായിട്ട് സംസാരിക്കുന്ന ഒരു രീതിയാണ്. ഇനി നമുക്ക് ഇതിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ലോക നേതാവായിട്ട് തന്നെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നതും ജനങ്ങളുടെ ഇടയിലേക്കൊരു വലിയ ആവേശമായിട്ടാണ്. ഈ സുരക്ഷാ കാരണങ്ങളാൽ അങ്ങോട്ടേക്കൊന്നും ഇറങ്ങിച്ചെല്ലാൻ പറ്റത്തില്ല. പക്ഷെ വേദിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹം ഓരോരുത്തരോട് സംസാരിക്കുകയാണോ എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട്, തോളിൽ തട്ടി. ഇപ്പോൾ ഏറ്റവും ഉദാഹരണം തന്നെ സദസ്സിൽ നിന്ന് ആ ഒരു സിദ്ധാർത്ഥൻ എന്ന കുട്ടി ഒരു ചിത്രം എടുത്ത് ഉയർത്തി കാണിച്ചപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞ വാക്കുകൾ ആ ജീവിതം മുഴുവൻ അവൻ കൊണ്ടു നടക്കാനുള്ള ഒന്നാണ്. അപ്പം നരേന്ദ്രമോദി ഒരു വലിയ വൈബാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാനും എനിക്ക് തോന്നുന്നു BJP-ക്കാരല്ലാത്തവരും അവിടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. സാർ സൂചിപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് ഗോകുല് ചില ചുമതലകളൊക്കെ കഴിഞ്ഞ ദിവസം അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ഇന്നലത്തെ കാര്യം മാത്രമല്ല, സാറിപ്പോൾ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ നേതൃത്വം അല്ലെങ്കിൽ നേതാവ് എന്നതിന് പല ഭാഷ്യമുണ്ട്. പക്ഷേ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ അഭിവന്ദ്യനായ പ്രധാനമന്ത്രി എല്ലാ ഭാഷ്യങ്ങൾക്കും അതിന് ഒരു നേർചിത്രം ആരാണെന്ന് ചോദിച്ചാൽ, ഏത് രീതിയിലും ലീഡർഷിപ്പിനെ, ഏത് രീതിയിലും നേതാവെന്ന ആ വാക്കിനെ ഉദാഹരിച്ചാൽ അതിനെല്ലാം നമുക്ക് ഉദാഹരണമായി പറയാൻ പറ്റുന്ന വ്യക്തിത്വമാണ് നരേന്ദ്രമോദിജി. കാരണം സാർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം നമ്മളെ അടുത്തല്ലല്ലോ, സ്വാഭാവിക SPGയുടെ സുരക്ഷയൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം 100 മീറ്ററോളം സ്റ്റേജിൽ നിന്ന് മാറിയാണ് ജനങ്ങൾക്ക് നിൽക്കാൻ വേണ്ടി കഴിയുക. അവിടെ നിൽക്കുമ്പോഴും മോഡിയുമായി എല്ലാ മനുഷ്യൻ്റെയും കണ്ണുകളല്ല ഹൃദയം കണക്ട് ചെയ്യും. നിങ്ങൾ വെറുതെ ആ മോഡിയുടെ ഏത് പരിപാടിയിലും പങ്കെടുക്കുന്ന ആളുകളോട് ചോദിച്ചാൽ മതി. ഞാൻ ഉൾപ്പെടെ ഇന്നലെ നടന്ന പരിപാടിയുടെ പൂർണ്ണമായ വോളണ്ടിയർ ചുമതല വഹിച്ച ഒരാളാണ് ഞാൻ, യുവമോർച്ച ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ നിൽക്കുമ്പോഴും എല്ലാവർക്കും മോദിയുമായി മോദി വർത്തമാനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ സാർ? മോദി ഒരു വലിയ വാഗ്മിയല്ല, നിർഗളമായിട്ടുള്ള ഒരു പ്രസംഗമൊന്നല്ല മോദിജി നടത്തുന്നത് ഒരിടത്തും. പക്ഷെ അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും അർത്ഥം എന്ത് ആണെന്നുള്ളത് ജനങ്ങൾ എപ്പോഴും ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കും. ജനങ്ങളുമായി ഇത്രയും സാർ സൂചിപ്പിച്ച വൈബ് കണക്ട് ആവുന്ന ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിലില്ല. എനിക്ക് തോന്നുന്നു അതൊക്കെ അദ്ദേഹത്തിന്റെ യോഗയുടെ ഒരു ഇതാണ്, കഴിവ് സാധനയാണ്. അതെ, കൃത്യമായ ചിട്ട അനുസരിച്ച്. തീർച്ചയായും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2.5-3 മണിക്കൂർ മാത്രം ഉറങ്ങുന്ന, അതെ, ബാക്കി 21 മണിക്കൂറും രാജ്യത്തിന് വേണ്ടി ഉണർന്നിരിക്കുന്ന, എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, ലോകത്തുടനീളം ആരാധകരുള്ള, ലോക നേതാക്കന്മാർ ആരാധനയോടെ കൂടി കാണുന്ന ഒരു വിശ്വ നേതാവാണ് ഇന്ന് നരേന്ദ്രമോദി. പക്ഷേ അടുത്ത് എത്തുന്ന ദൂരത്ത് കാണാൻ കഴിയുന്നവരിലേക്കെല്ലാം ഒരു വലിയ ഊർജ തരംഗത്തെ, ആത്മവിശ്വാസത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും ഒരു ഊർജ തരംഗം ഇങ്ങനെ പ്രവഹിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ മൻ കി ബാത്ത് മാസം തോറും നമ്മൾ കേൾക്കുമ്പോഴും നമ്മളോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഇദ്ദേഹത്തിൻ്റെ പാദങ്ങളിലെ ആശാനാഥ്, നമ്മുടെ ഡെപ്യൂട്ടി മേയർ തൊട്ടുതൊഴാൻ ചെന്നപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ആശാനാഥിൻ്റെ പാദം തൊട്ടുതൊഴുകയാണ് ചെയ്തത്. ആശാനാഥ് കുറേ നേരത്തേക്കാകെ കണ്ണീരണിഞ്ഞ് നിന്നുപോയി എന്നുള്ളതാണ്. വലിയ എന്താ പറയാ, ഒരു ചാരിതാർത്ഥ്യമുള്ള. അതിന് വേറെ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ ഇവിടെ കൊടുക്കാൻ ആൾക്കാരുണ്ട്. എന്ത് ഇന്റർപ്രിട്ടേഷൻ ആണെന്ന്? അത് ഭാരതത്തിന്റെ നമ്മുടെ സംസ്കാരമാണ്. സ്ത്രീയെ എപ്പോഴും അമ്മയായി കാണുകയും ആദരിക്കുക. അത് നരേന്ദ്രമോദിയുടെ കാല് തൊട്ടുതൊഴാൻ ഒരു കുഞ്ഞു പെൺകുട്ടി പോയാലും അവരുടെ കാല് തിരിച്ചു തൊട്ടുതൊഴുന്നത് നരേന്ദ്രമോദിജിയുടെ ഒരു രീതിയാണ്. അപ്പൊ ഇതിനകത്ത് ഒരു വലിയ സന്ദേശമാണ്. അത് നമ്മൾ ഭാരതത്തിനെ ആരായി കാണുന്നത്? അമ്മയായിട്ടാണ്. നമ്മൾ അങ്ങനെയാണ് കാണുന്നത്. ആ അമ്മ തന്നെയാണ് സ്ത്രീയുടെ രൂപമെടുത്ത് നമ്മുടെ മുമ്പിൽ സഹോദരിയായി, അല്ലെങ്കിൽ ഭാര്യയായി, മകളായി, അമ്മ ഒക്കെ ഉള്ളത്. അവളിൽ നമ്മൾ രാജ്യത്തെ കാണുന്ന, രാജ്യത്തിനെ നമ്മൾ ഭൂമിയെ തൊട്ട് തൊഴുത് എണീക്കുന്ന ആൾക്കാരാണ്.
ഈ നമ്മുടെ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെല്ലാം. അതുപോലെ തന്നെയാണ് സ്ത്രീയോടും. സ്ത്രീയായി ജനിച്ചവരോടെല്ലാം അവരോടെല്ലാം ഒരേ രീതിയിലുള്ള സമീപനമാണ്. അത് ഒരു എന്താ പറയുക, ഒരു ഷോമാനിസം അല്ല, അതൊരു പ്രകടനമല്ല, അത് ഉള്ളിൽ നിന്ന് വരികയാണ്. ഒരു ഡെപ്യൂട്ടി മേയർ, ഒരു നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെ കാല് തൊട്ട് തൊഴുതതല്ല മോദി. അത് മോദിയെ കാല് തൊട്ട് തൊഴുതുന്ന എല്ലാ സ്ത്രീകളെയും, എത്ര വയോവൃദ്ധരായിട്ടുള്ള അമ്മമാരെ, ചെറുപ്പക്കാരികളെ, കുഞ്ഞുങ്ങളെ മോദി അതൊരു രീതിയാണ്, ആ സാധനയാണ്. അത് എന്താ പറയാ, കൺമുമ്പിൽ കാണുന്ന ഈശ്വരനെ തൊടുന്നത് പോലെ. മനുഷ്യൻ തന്നെയാണല്ലോ ഈശ്വരൻ. ശബരിമലയ്ക്ക് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കൊച്ചു പെൺകുട്ടികള് കെട്ട് എടുത്തുകൊണ്ട് മല കയറുമ്പോൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന വന്ന് ഈ പാദത്തിൽ തൊട്ട് നമസ്കരിക്കണം, അമ്മ എന്നും പറഞ്ഞ്. അത് അമ്മ എന്ന് ആ തോട്ടാണ്. അവർക്ക് എല്ലാവരെയും സ്ത്രീകളെ ആയാലും കൊച്ചുകുട്ടികളായാലും ഒക്കെ അമ്മ എന്നുള്ള ഒരു വിളിയാണ് അവിടെ നിന്ന് വരുന്നത്. അതുപോലെ നരേന്ദ്രമോദി നമ്മുടെ മേയർ വി രാജേഷിനെ കെട്ടിപ്പിടിച്ചു, എന്നിട്ട് പറഞ്ഞു ഞാനും രാജേഷുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിച്ചു. ഇതൊക്കെ സദസ്സിനെ വല്ലാതെ അങ്ങ് ആകർഷിച്ചു എന്നുള്ളതാണ്. അതിനു മുമ്പ് ഇവിടെ ഉണ്ടായത് മേയർ അവിടെ എത്തിയില്ല, എയർപോർട്ടിൽ എത്തിയില്ല എന്നുള്ള കാര്യത്തിലാണ്. അല്ലെ, വിവാദങ്ങളൊക്കെ ഇതൊന്നും BJP-യോ നരേന്ദ്രമോദിയോ രാജീവ് ചന്ദ്രശേഖരയോ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. കാരണം പ്രോട്ടോകോൾ എന്നതിനപ്പുറം ഓരോ ലീഡർക്കും അപ്പോൾ ഓരോ സ്ഥലങ്ങൾ നിശ്ചയിക്കും. ചില ആൾക്കാർക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയായിരിക്കും, ചിലത് നമുക്ക് തിരിച്ചു പോകുമ്പോൾ സൈൻ ഓഫ് ചെയ്യാൻ വേണ്ടിയായിരിക്കാം, ചിലത് സ്റ്റേജിൽ എത്തുമ്പോഴുള്ള ഒരു സ്വീകരണത്തിന് വേണ്ടിയായിരിക്കാം. തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ നിശ്ചയിച്ചിരുന്നത് ആ സദസ്സിനിൽ ഇരിക്കാൻ തന്നെയാണ്. അത് പാർട്ടി നിശ്ചയിച്ചതാണ്. അത് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന്റെ കർത്തവ്യം അദ്ദേഹം ചെയ്യും. അതോടൊപ്പം നരേന്ദ്രമോദി രാജേഷ് ഏട്ടനെ, വി രാജേഷിനെ വാരിപ്പുണരുമ്പോൾ, ആശ്ലേഷിക്കുമ്പോൾ അദ്ദേഹം ആശ്ലേഷിക്കുന്നത് വി രാജേഷ് തിരുവനന്തപുരം ജില്ലയുടെ BJP-യുടെ പ്രസിഡന്റായി, യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഒക്കെ ഇതേ തെരുവിൽ ഇന്നലെ നമ്മളെ കെ സുരേന്ദ്രൻ, പാർട്ടി മുൻ അധ്യക്ഷൻ സുരേന്ദ്രേട്ടൻ ഇട്ടൊരു പോസ്റ്റ് ഉണ്ട്, ഇന്ന് മേയറുടെ ദിനമാണ് എന്ന് പറയുന്നത്. ഇത് വി രാജേഷ് എന്ന് പറയുന്നത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് BJP-യുടെ യുവമോർച്ചയുടെ സാധാരണ പ്രവർത്തകന്റെ പ്രതിനിധിയാണ് അല്ലെ. കാരണം ഈ നഗരത്തിൽ അടിവാങ്ങി, ചോര പോയി, കേസുകളിൽ പ്രതിയായി ജയിലിൽ കിടന്ന ആയിരക്കണക്കിന് യുവമോർച്ചക്കാരുടെ, BJP-ക്കാരുടെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതീകമാണ് വി രാജേഷ്. കാരണം അവരുടെ പ്രതിനിധിയായിട്ടാണ്, ആ ത്യാഗം സഹിച്ചവരുടെ പ്രതിനിധിയായിട്ടാണ് വി രാജേഷ് മേയറായിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി അദ്ദേഹത്തെ മേയറാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തെ നരേന്ദ്രമോദി വാരിപ്പുണരുമ്പോൾ അത് ത്യാഗം സഹിച്ച, രക്തം ഭൂമിയിൽ ഒഴുക്കിയ, കൊല്ലപ്പെട്ടു പോയ, മരണപ്പെട്ടു പോയ അനേകായിരം മനുഷ്യരുടെ ചേർത്ത് പിടിക്കൽ കൂടിയാണ് നരേന്ദ്രമോദി നടത്തിയത്. അത് ഈ കേരളത്തിലെ സംഘടനാ ശരീരത്തിന്, BJP-യുടെ സംഘടനാ ശരീരത്തിനെയാണ് വി രാജേഷിലൂടെ നരേന്ദ്രമോദി ആശ്ലേഷിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലുണ്ടായ വിജയം അദ്ദേഹം ബംഗാളിൽ പോയി പറഞ്ഞു, ആസാമിൽ പോയി പറഞ്ഞു. അപ്പൊ ഇവിടെയൊക്കെ പോയി പറയുമ്പോൾ അതിന്റെ ഒരു ചലനം ഇവിടെ വീണ്ടും തുടർ ചലനം ഉണ്ടാക്കണം എന്ന് തന്നെയല്ലേ? അതിന് കാരണം സാറേ, ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്, കേരളത്തിന് പുറത്ത് സഞ്ചരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ഒരു സംഘടനാ ഘടകമാണ് കേരളം. കേരളത്തിലെ ഓരോ BJP പ്രവർത്തകനും എപ്പോഴും, യുവമോർച്ച പ്രവർത്തകനും എപ്പോഴും കൂടുതൽ പരിഗണന കിട്ടും. അതിന് കാരണം ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ ഫൈറ്റിന്റെ ഭാഗമായിട്ട്, പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായിട്ട് ജീവൻ കൊടുക്കേണ്ടി വന്ന ബലിദാനികൾ ഏറ്റവും കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. ഈ രാജ്യത്തിന്റെ ഭൂവിസ്തൃതിയിൽ 1% മാത്രമായിരിക്കും കേരളം. പക്ഷെ ഏറ്റവും കൂടുതൽ നൂറുകണക്കിന് ബലിദാനികളെ കൊടുത്ത് സംഘടനയെ കെട്ടിപ്പടുത്തൊരു പ്രദേശമാണ്. അതുകൊണ്ടാണ് കേരളത്തിന്റെ ഓരോ വിജയങ്ങളും BJP-ക്ക് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മധുരം കൂടുന്നതാവുന്നത്. അത് ത്രിപുരയിൽ ജയിക്കുന്നത് പോലെയോ, ബംഗാളിൽ ജയിക്കുന്നത് പോലെയോ, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ജയിക്കുന്നത് പോലെയുള്ള ഒരു വികാരമല്ല കേരളത്തിൽ ജയിക്കുമ്പോൾ. അതൊരു തലമുറയോടുള്ള ഒരു സമർപ്പണം കൂടിയാണ്. ഇന്നത്തെ തലമുറ, ഇപ്പൊ ഞാനും സാറൊക്കെ ജീവിച്ചിരിക്കുന്ന ഇന്ന് ജീവനുള്ള മനുഷ്യരോടുള്ള ഒരു പ്രതിബദ്ധത മാത്രമല്ല, കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഒരു കാരണവുമില്ലാതെ BJP-യുടെ ഭാഗമായ, പ്രത്യയശാസ്ത്രം മാത്രം നോക്കി, ദേശീയത മാത്രം നോക്കി
അവരുടെ ഒരു താല്പര്യങ്ങൾക്കുമല്ലാതെ മറ്റുള്ളവന് വേണ്ടി പ്രവർത്തിക്കാൻ നല്ല ഏറ്റവും സാമ്പത്തികമുള്ള കുടുംബങ്ങളിൽ നിന്ന് ചാടിപ്പുറപ്പെട്ട് പ്രവർത്തിച്ച് അവരുടെ ജീവൻ ക്യാമ്പസുകളിൽ, അവരുടെ ജീവൻ തെരുവുകളിൽ, അവരുടെ ജീവൻ CPM-ന്റെ കടാരമനകളിൽ, കോൺഗ്രസിന്റെ വാഴ്മനകളിൽ കൊണ്ട് വെച്ച് അവരുടെ ജീവൻ ഇല്ലാതാക്കപ്പെട്ട ഒരുപാട് മനുഷ്യരുടെ അവരുടെ ജീവനും ആ ബലിദാനികളുടെ കുടുംബങ്ങൾക്കും സമർപ്പിക്കുന്നതാണ് എപ്പോഴും ഈ രാജ്യത്ത്, കേരളത്തിൽ ഒരു സന്തോഷം BJPക്ക് ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് BJPയെ സമർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് മോദിജി അത് എല്ലായിടത്തും പറയുന്നത്. ആ കേരളത്തിൽ നമുക്കൊരു വിജയം നേടുമ്പോൾ അതിന് 100 ഇരട്ടി വലുപ്പമാണ് മറ്റെവിടെ നേടുന്നതിനേക്കാൾ ഉള്ളത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിജി ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ഈ വിജയം പറഞ്ഞത്. ഏറ്റവും ഒടുവിൽ നമ്മുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിതിൻ നവീൻജിയുടെ ഔദ്യോഗികമായ സ്ഥാനാരോഹണത്തിൽ വരുമ്പോൾ പോലും കേരളത്തിന്റെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർജിയെ വാക്കുകൾ കൊണ്ടങ്ങ് വീർപ്പ് മുട്ടിക്കുകയാണ് സന്തോഷത്തോടെ. അത് കേരളത്തിന്റെ ബലിദാനികൾക്ക്, ത്യാഗം സഹിച്ചവർക്കുള്ള അവർക്കുള്ള സമർപ്പണമാണ്, അവർക്കുള്ള പൂജയാണ് ഇത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.